കോപത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതുപോലെ മറ്റുള്ളവരോട് അസൂയ, മറ്റുള്ളവൻ്റെ മുതൽ കാണുമ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിലും അവനിലുണ്ടാകാൻ പാടില്ലാതെ നശിച്ചു കാണണം എന്നുള്ള ചിന്തയാണ് അസൂയ എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയാൽ എത്രയും പോരാ, ഇനിയും ഏറെ കിട്ടണമെന്നുള്ള ആഗ്രഹമാണ് അത്യാഗ്രഹം എന്ന് പറയുന്നത്. കൊതിയും അത്യാഗ്രഹവും അസൂയയും എല്ലാം മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ആ രോഗങ്ങളെ ചികിത്സിക്കുന്നത് അതിന് വിപരീതമായ രീതികളെ നിർബന്ധിതമായ രീതിയിൽ തൻ്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ്. അതിന് മനുഷ്യൻ നിരന്തരമായ ഉപദേശങ്ങൾ കേൾക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുകയും നന്മയുടെ ശബ്ദങ്ങൾ കേൾക്കുകയും സ്വാലിഹ്യങ്ങളുമായി സഹവസിക്കുകയും നന്മയുടെ ഇടങ്ങളിൽ കൂടുതൽ സമയങ്ങൾ കണ്ടെത്തുകയും വേണം. മസ്ജിദിൽ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ പരമാവധി സമയം അവിടെ ചെലവഴിക്കുക. പുറത്തുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞാലുള്ള സമയം മുഴുവനും മസ്ജിദിൽ ചെലവഴിക്കുക. അതുപോലെ നന്മ പറയുന്ന കേൾക്കുന്ന സ്ഥലങ്ങളിൽ ചെലവഴിക്കുക. അങ്ങനെ മലീമസമായൊരു ലോകത്ത്, മനുഷ്യനെ വഴികേടിലേക്ക് നയിക്കുന്ന ഒരു കാലത്ത് നന്മയോടൊപ്പം നിൽക്കാൻ കൂടുതൽ കഠിനാധ്വാനവും ശ്രദ്ധയും മനുഷ്യന് ആവശ്യമുണ്ട്. ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള അദ്കാറുകൾ, ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള നന്മയുടെ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് നൽവഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കണം. അതാണ് പെർഫെക്ഷൻ. അല്ലാതെ ഒരാൾ ഗ്രാജുവേറ്റായി, പോസ്റ്റ് ഗ്രാജുവേറ്റായി, PhD ആയി, പോസ്റ്റ് PhD ആയി എല്ലാമായിട്ടും അറിവുകളുടെ കൂമ്പാരം, കടലാസുകളുടെ ആധിക്യം എന്നല്ലാതെ അവനെ അത് മനുഷ്യനാക്കി തീർക്കുന്നില്ല. മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കാൻ പരസ്പര സഹായം വേണം. ഗുരുനാഥന്മാരുടെ അധ്യാപനങ്ങൾ മാത്രമല്ല, സുഹൃത്തുക്കളുടെ സഹവർത്തിത്വം, നല്ല കാര്യങ്ങൾ പരസ്പരം ഉപദേശിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തർക്കും നിർബന്ധമാണ്. അംറും ബിൽ മഅറൂഫി സ്വദഖ, നന്മ ഉപദേശിക്കുക എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. വനഹിയുൻ അനിൽ മുൻകരി സ്വദഖ, ചീത്ത വിരോധിക്കുക എന്ന് പറയുന്നതും ഒരു ഇബാദത്താണ്. അതുകൊണ്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളായി കണ്ട് നിന്റെ കൂടെ നിൽക്കുന്നവരോട്, അയൽവാസികളോട്, സഹപാഠികളോട്, സഹകച്ചവടക്കാരോട്, സഹപ്രവർത്തകരോട് നന്മ ഉപദേശിക്കാനും തിന്മ വിരോധിക്കാനും നീ തയ്യാറായാൽ ഈ നാട് നന്നാകും.